നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ രാജ്യത്തുടനീളം പ്രത്യേകിച്ച് തങ്ങളുടെ സ്വാധീന മേഖലയായ ഹിന്ദി ഹൃദയഭൂമിയിൽ BJP കനത്ത പരാജയമാണ് നേരിട്ടത്. BJP മാത്രമല്ല, കോൺഗ്രസ് വരെ BJPയുടെ തകർച്ചയുടെ ആക്കം ഇത്ര വലുതാകുമെന്നത് ഒരിക്കലും വിചാരിച്ചില്ല. സഖ്യകക്ഷികളുടെ കാരുണ്യത്താൽ സർക്കാർ കെട്ടിപ്പടുത്തെങ്കിലും മോദിയുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 400 എന്ന് വീമ്പു പറഞ്ഞ് നടന്ന് കേവല ഭൂരിപക്ഷം പോലും ലഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി ഒരു സർക്കാർ രൂപീകരിച്ചു എന്നല്ലാതെ മറ്റൊന്നും മോദി 3.0 സർക്കാരിന് എടുത്തു പറയാനുണ്ടാവില്ല. സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെയാകട്ടെ തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതും. അഴിമതിയുടെയും ക്രൂരതയുടെയും കണക്കുകൾ ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പാപങ്ങൾ ചെയ്തു കൂട്ടിയാലും അതൊക്കെ ഒരു നാൾ മറനീക്കി പുറത്തു വരുമെന്ന് പറയുന്നത് പോലെയാണ് മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായതിനാൽ ആ അടിയുടെ ആഘാതത്തിൽ നിന്നും BJP ഇന്നും മുക്തരായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഉത്തർപ്രദേശിലൊക്കെ BJP നേരിട്ട തിരിച്ചടി തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പോലും പ്രതീക്ഷിക്കാത്തതാണ്. വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ പോകുന്ന അവസ്ഥ ആരും മുൻകൂട്ടി കണ്ടിരുന്നില്ല. പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആയിരുന്നു വാരണാസിയിൽ മത്സരിച്ചിരുന്നതെങ്കിൽ മോദി ഒരുപക്ഷെ പരാജയം വരെ നേരിട്ടേനെ. മോദി പ്രഭാവം എന്ന് BJP ഊതിവിറപ്പിച്ച ബലൂൺ പൊട്ടിയിരിക്കുന്നു. മോദിയുടെ കപട രാഷ്ട്രീയം ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഉത്തരേന്ത്യയിൽ കണ്ട മോദി വിരുദ്ധ തരംഗം. ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയം വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. മോദിയുടെ വർഗീയതക്കപ്പുറം രാഹുൽ ഗാന്ധി പറഞ്ഞ വിലക്കയറ്റവും മറ്റ് ഭരണവിരുദ്ധ നയങ്ങളും ജനം കേട്ടു തുടങ്ങിയിരിക്കുന്നു, വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഈ ദൃശ്യം. നോക്കുക, നരേന്ദ്രമോദിയെ ചെരുപ്പുമാല അണിയിച്ച് തെരുവിൽ നിർത്തിയിരിക്കുന്നു. ഈ ചിത്രം സംഘപരിവാറിനും BJPക്കുമുള്ള താക്കീതാണ്. സ്വയം കൊട്ടിഘോഷിച്ച വിശ്വഗുരു പരിവേഷവും ദൈവമായുള്ള അവകാശവാദവും ഒന്നും ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ആ അവകാശവാദങ്ങൾക്ക് പുല്ലുവില പോലും ജനം നൽകിയിട്ടില്ല എന്ന് ചുരുക്കം. ഈ വരുന്ന 5 വർഷം നരേന്ദ്രമോദിയുടെ ശനിദിശയാണ്. ചെരുപ്പുമാല അണിയിച്ചിട്ടുള്ള ഈ ദൃശ്യവും വാരണാസിയിൽ ചെരുപ്പ് കൊണ്ട് കിട്ടിയ ഏറുമെല്ലാം മോദിക്ക് ശനിദിശ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദി തോൽക്കുമെന്നത് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 10 കൊല്ലം ചെയ്തതിനും ചെയ്യിച്ചതിനും നരേന്ദ്രമോദി അനുഭവിക്കും ഈ വരുന്ന 5 കൊല്ലം. അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് BJPയെ കാത്തിരിക്കുന്നത്. BJPയുടെ ആ തോൽവിക്കും കാരണഭൂതനാവുക മോദി തന്നെ ആവുമെന്നത് കാലത്തിന്റെ മറ്റൊരു കാവ്യനീതി.